കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിവേ അതൊക്കെ ഒന്ന് മാറി ഞാനൊന്ന് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതെന്ന്. എന്തായാലും ആ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചെന്ന് ചായ കുടിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. ചായ എപ്പോഴും ഒരു എനർജി ബൂസ്റ്റർ ആണല്ലോ. സോ എങ്ങനെ ചുമ്മാ ചായ കുടിച്ചിട്ട് കാര്യമില്ല, നല്ലൊരു അടിപൊളി സ്ഥലം നോക്കിയിട്ട് അവിടെ പോയിരുന്ന് സമാധാനത്തോടു കൂടി ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞാനും എൻ്റെ അനിയനും അതുപോലെ എൻ്റെ ഏട്ടൻ്റെ മോളും കൂടി ചേർന്നിട്ട് ഞങ്ങൾ അങ്ങ് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് വിട്ടത് നമ്മുടെ കൗണ്ടിക്കൽ വ്യൂ പോയിന്റിലായിരുന്നു. അവിടെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു അടിപൊളി ചായക്കടയുണ്ട്. അവിടെ നിന്ന് ചായയും പഴംപൊരിയും മേടിച്ച് പാഴ്സലാക്കിയിട്ട് ഞങ്ങൾ കൗണ്ടിക്കൽ വ്യൂ പോയിന്റിൻ്റെ മുകളിലെത്തി. അവിടെ എത്തുന്നവരെയുള്ള യാത്രയും അതിഗംഭീരമായിരുന്നു കേട്ടോ. കാരണം രണ്ടെണ്ണം കൂടി എന്നെ നന്നായിട്ടിട്ട് വാരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുന്ന ഈ പച്ചപ്പുള്ള ഈ മലനിരകളൊക്കെ ഉണ്ടല്ലോ, മനസ്സിന് ഒരുപാട് സമാധാനം തരും. എൻ്റെ ബാക്കിൽ കാണുന്ന കേട്ടോ നമ്മുടെ മല്ലീശ്വരം മുടി, അത് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഗോപുരം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണിക്കുക. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ച മനസ്സിന് ഒരുപാട് സമാധാനവും ഒരു റിഫ്രഷ്മെൻറ്റും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഡീറ്റോക്സും ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. അവിടെ നിന്ന് ഊരൊക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ എന്താ പറയുക, പ്രകൃതി രമണി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ കൗണ്ടിക്കൽ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് എത്ര വലുതാണല്ലേ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും കാണാനും ഇതൊന്നും ശ്രദ്ധിക്കാനും പോലും സമയം കൊടുക്കാണ്ട് എത്ര പേരാണ് ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ട് കഴിയുന്നത്. ഇടയ്ക്കൊന്ന് കുഞ്ഞു യാത്രകളൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ചൂട് ചായ ഊതി കുടിക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. ചായ ആറി തണുത്ത് പച്ചവെള്ളമാവുന്ന സമയത്തായിരിക്കും ഞാൻ ആ ചായ കുടിക്കുക. ഇതെപ്പോഴും ഉള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായക്കപ്പ് വലിച്ചെറിയുന്ന സീനാണ് കേട്ടോ ഞാൻ കണ്ടത്. എന്തായാലും ഇനി ഒറ്റയ്ക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ച് ആ ചായയൊക്കെ കുടിച്ചിട്ടോ. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ.